ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പി ആട്ടോ. ഒരു പത്തിരി, ദോശ അങ്ങനെയൊക്കെ പറയാം. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്യട്ടോ. എന്നാലും ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് നമ്മളെ ചോറ് വെക്കുന്ന അരിയില്ലേ, ഇതിപ്പോൾ പൊന്നി അരിയാണ്. അപ്പം ഒരു കപ്പ് അരിയാണ് എടുക്കേണ്ടത്. പിന്നെ ഞാനൊരു അരക്കപ്പ് പച്ചരി ഇല്ലേ, വൈറ്റ് റൈസ്, അതും. നിങ്ങൾക്ക് പച്ചരി ഇപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. ഈ സമയത്തല്ല, നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊരു 2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. നല്ലോണം കുതിർത്ത് വെക്കാം. അപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അതിനായിട്ട് വേറെ ഇൻഗ്രീഡിയൻസും ഉണ്ട്, അപ്പോൾ അതും നോക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ അരി മിക്സി ജാറിൽ ഇട്ട് കഴിഞ്ഞ് ഇനി അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകമില്ലേ, നമ്മളെ ക്യുമിൻ സീഡ്സ് ആട്ടോ, അതും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചരി ചേർത്തില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം. ഒരു അരക്കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ അരിപ്പൊടി ചേർത്താൽ മതി. ഇനിയിപ്പോൾ അരിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അരിൻ്റെ അതേ ലെവലിൽ തന്നെ വെള്ളം ചേർക്കണം, കാരണം ഇത് നമുക്ക് ദോശയായിട്ട് ചുടാനുള്ളതല്ലേ. ആവശ്യത്തിന് വെള്ളം വേണം. അപ്പം വെള്ളം കുറവാണെങ്കിൽ പിന്നെയും നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കാം. അപ്പം ഇതാ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്ക് ഈ മുകളിൽ ഇങ്ങനെ ബബിൾസ് കണ്ടില്ലേ, അതിങ്ങനെ വരും. അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ നമ്മളെ ദോശക്കല്ല്, ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് ചുട്ടെടുക്കാൻ പോണത്. നമ്മൾ ഇത് ഒഴിച്ച് പാടെ കയ്യിലോണ്ട് നമ്മൾ ചുറ്റിക്കരുത് കേട്ടോ. ദോശ ചുറ്റിക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഈ ദോശക്കല്ല് കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അല്ലാതെ കയ്യിൽ കൊണ്ട് നമ്മൾ പരത്തി കൊടുക്കരുത്. അപ്പോൾ അത് പെട്ടെന്ന് ആ കയ്യിൽ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഞാനിപ്പം നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ. നല്ലെണ്ണ യൂസ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ല സ്മെല്ലുമാണ്. അപ്പം ഇതിപ്പോൾ സോഫ്റ്റായിട്ട് വേണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അറിയുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.